ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ഹെൽത്തി ഐസ്ക്രീം പ്രിപ്പയർ ചെയ്താലോ. അപ്പോൾ അതിനായിട്ട് 3 ഏത്തയ്ക്ക ചെറുതായി അരിഞ്ഞ് വെച്ചത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കും. മിക്സിയുടെ ജാറിലേക്ക് കുതിർപ്പിച്ച് വെച്ച ബദാം തൊലി കളഞ്ഞത് ഇട്ട് കൊടുത്തൊന്ന് അടിച്ചെടുക്കാം. ഇനി അതിനകത്തേക്ക് ഒരു 3 ഈത്തപ്പഴം കുതിർപ്പിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു ഐസ്ക്രീമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു ശകലം പോലും പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാ ആൽമണ്ട് മിൽക്ക് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഓൾറെഡി തണുക്കാൻ മാറ്റി വെച്ച ഏത്തയ്ക്ക എടുത്ത് നല്ല പോലെ അടിച്ചെടുക്കണം. ഒരു 15 to 20 മിനിറ്റ്സ് നന്നായി അടിച്ചെടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിരിക്കുന്ന ഈ ബനാന പേസ്റ്റ് നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഒരു 7 hours ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ നെക്സ്റ്റ് ഡേ 7 hours ശേഷം ഞാൻ എടുത്തിരിക്കുകയാണ്. നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കും അതുപോലത്തെ നന്നായിട്ട് കെയർ ചെയ്യുന്ന മുതിർന്നവർക്കും ഇത് കഴിക്കാം. കടയിൽ നിന്ന് മേടിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിനകത്ത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാനില എസൻസും കൂടെ ആഡ് ചെയ്താൽ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടുന്നതാണ്. എന്താ, അപ്പോൾ ടേസ്റ്റി ബനാന ഐസ്ക്രീം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഷുഗർ ശകലം പോലും ആഡ് ചെയ്തിട്ടില്ല. അതിനായിട്ട് നമ്മൾ ഈത്തപ്പഴവും നല്ല പഴുത്ത ഏത്തയ്ക്ക ആയതുകൊണ്ട് ഏത്തയ്ക്കയുടെയും മധുരമാണുള്ളത്. അപ്പോൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അടിപൊളി ഐസ്ക്രീം പ്രിപ്പയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.